തിന്മയുടെ എല്ലാ വഴിയിൽ നിന്നും എന്ത് വില കൊടുത്തും രക്ഷ നേടുവാനുള്ള വെളിച്ചം ബെത്ലഹേമിൽ ദിവ്യശിശു നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. പൊതുസന്ധ്യയുടെ ഈ ദിനങ്ങളിൽ കോവിഡിന്റെ തീവ്രവ്യാപനം തടയുന്നതിനും നമ്മുടെ ജീവൻ പരിപാലിക്കുന്നതിനുമായി സ്വയം ഉണർന്ന് കഷ്ടപ്പെട്ട ലോകം മുഴുവനുമുള്ള എല്ലാ ആരോഗ്യ പ്രവർത്തകരെയും വിവിധ സേനാവിഭാഗങ്ങളെയും വോളണ്ടിയേഴ്സിനെയും ഈ ബലിവേദിയിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവൻ സംരക്ഷിക്കുന്നതിനായി ജീവത്യാഗം ചെയ്ത എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ ബലിയർപ്പണത്തിനായി നമുക്കൊരുങ്ങാം. വിശുദ്ധ കുരിശിന്റെ നാമധേയത്തിലുള്ള മൂന്നാം കുടുംബ കൂട്ടായ്മ ഏവരെയും സസ്നേഹം ഈ ദിവ്യബലിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
നിവാസികളെ ഇതാ ജനതകളെ രക്ഷിക്കുവാൻ കർത്താവ് ആഗതനാകുന്നു. കർത്താവ് അവിടുത്തെ ശബ്ദത്തിന്റെ മഹത്വം നിങ്ങളുടെ ഹൃദയത്തിന്റെ സന്തോഷത്തിൽ കേൾപ്പിക്കും. ആഗമനകാലം രണ്ടാമത്തെ ഞായറാഴ്ച കർത്താവായ യേശുവിനെ സ്വീകരിക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളെയും ഭവനങ്ങളെയും നമ്മുടെ ഇടവകയും ഒരുക്കുന്ന ദിവസങ്ങൾ. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ തണൽ നമ്മളെന്നും ആഗ്രഹിച്ച് അതൊരു അനുഗ്രഹമാക്കി മാറ്റുവാൻ നമ്മളെന്നും അപേക്ഷിക്കുന്നുണ്ട്. കർത്താവായ ദൈവം ക്രിസ്തുവിലൂടെ നൽകപ്പെടുന്ന വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ എന്നും തെളിഞ്ഞു നിൽക്കുവാനായിട്ട് പ്രഭയ്ക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് രണ്ടാമത്തെ തിരിയായ ചുവന്ന തിരി തെളിയിക്കുന്നതിന് വേണ്ടി അൽമായ യുവജന ശുശ്രൂഷ സമൂഹം നമ്മുടെ കൺവീനർമാരെ പ്രത്യേകം താരമായി ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും തിന്മയുടെ കൂരിൽ തുടച്ചു നീക്കണമേ. അങ്ങയുടെ ആഗമനത്തിൽ ഞങ്ങൾ സന്തോഷപൂരിതരാകുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശത്താൽ പ്രശോഭിതമാക്കണമേ. രക്ഷകൻ കടന്നു വരുന്നത് തടസ്സമായി നിൽക്കുന്നതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ നീക്കം ചെയ്യണമേ. ഒരുക്കത്തോടും കൂടി അവിടുത്തെ സ്വന്തമാക്കുവാൻ അനുതാപമുള്ള ഹൃദയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവിന് വഴിയൊരുക്കുന്ന അവിടുത്തെ പാതകൾ നേടിയാക്കുന്ന അനുഭവമേ വിളിച്ചു പറഞ്ഞ നന്മയുടെ ശസ്ത്രം വർത്തമാന സമൂഹത്തിലെ നന്മയുടെ പ്രവാചകത്തിലൂടെ ശ്രമിക്കുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചു. കർത്താവിന് വേണ്ടി സ്വന്തം ജീവൻ പോലും തെറ്റിക്കുവാൻ തയ്യാറായ സ്ഥാപനങ്ങളെ പോലെ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ തീവ്ര വ്യാപനം തടയുവാൻ തങ്ങളുടെ ജീവൻ അപകടിച്ചും സമൂഹ നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെ ചോളം ശ്രമിച്ചുകൊണ്ട് നമുക്ക് ചുവന്ന തിരി തെളിയിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ
നയിക്കുമാറാകട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, അങ്ങേ പുത്രനെ എതിരേൽക്കുവാൻ തിടുക്കത്തിൽ ഓടിയണയുന്നവർക്ക് ലൗകികമായ ഒന്നും തന്നെ പ്രതിബന്ധമാകരുതേ. എന്നാൽ സ്വർഗീയ ജ്ഞാനസമ്പാദനം ഞങ്ങളെ അവിടത്തിൽ പങ്കാളികളാക്കുവാൻ ഇടവരുത്തട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായ വൈകത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴും ഞങ്ങളുടെ കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആഗമനകാലം 2-ാം ഞായർ. 1-ാം വായന യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. നിങ്ങളുടെ ദൈവം അരുൾ ചെയ്യുന്നു, ആശ്വസിപ്പിക്കുവിൻ, എൻ്റെ ജനത്തെ സമാശ്വസിപ്പിക്കുവിൻ. ജെറുസലേമിനോട് സൗമ്യമായി സംസാരിക്കുകയും അവളോട് പ്രഘോഷിക്കുകയും ചെയ്യുവിൻ. അവളുടെ അടിമത്തം അവസാനിച്ചു, തിന്മകൾ ക്ഷമിച്ചിരിക്കുന്നു. എല്ലാ പാപങ്ങൾക്കും കർത്താവിൽ നിന്നും ഇരട്ടി ശിക്ഷയും ലഭിച്ചിരിക്കുന്നു. ഒരു സ്വരം ഉയരുന്നു, മരുഭൂമിയിൽ കർത്താവിന് വഴിയൊരുക്കുവിൻ. വിജനപ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് വിശാല വീതി ഒരുക്കുവിൻ. താഴ്വരകൾ നികത്തപ്പെടും, മലകളും കുന്നുകളും താഴ്ത്തപ്പെടും. കുന്നും കുഴിയുമായ സ്ഥലങ്ങൾ നിരപ്പാക്കും, ദുർഘട പ്രദേശങ്ങൾ സമതലമാകും. കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടും. മർത്യരെല്ലാവരും ഒരുമിച്ച് അത് ദർശിക്കും. കർത്താവാണ് ഇത് അരുൾ ചെയ്യുന്നത്. സദ്വാർത്തയുമായി വരുന്ന സിയോനെ, ഉയർന്ന മലയിൽ കയറി ശക്തിയോടെ സ്വരമുയർത്തി പറയുക. സദ്വാർത്തയുമായി വരുന്ന ജെറുസലേമിൽ നിർഭയം വിളിച്ചു പറയുക. യൂദയായുടെ പട്ടണങ്ങളോട് പറയുക, ഇതാ നിങ്ങളുടെ ദൈവം, ഇതാ ദൈവമായ കർത്താവ് ശക്തിയോടെ വരുന്നു. അവിടുന്ന് കരബലത്താൽ ഭരണം നടത്തുന്നു. സമ്മാനം അവിടുത്തെ കയ്യിലുണ്ട്, പ്രതിഫലവും അവിടുത്തെ മുൻപിലുണ്ട്. ഇടയനെ പോലെ അവിടുന്ന് തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുന്നു. അവിടുന്ന് ആട്ടിൻകുട്ടികളെ കരങ്ങളിൽ ചേർത്ത് മാറോടണച്ച് തള്ളയാടുകളെ സാവധാനം നയിക്കുന്നു. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവെ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ, ഞങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യണമേ. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ, ഞങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യണമേ. കർത്താവായ ദൈവം അരുൾ ചെയ്യുന്നത് ഞാൻ കേൾക്കും. അവിടുന്ന് തൻ്റെ ജനത്തിന് സമാധാനം നൽകും. ഹൃദയപൂർവ്വം തന്നിലേക്ക് തിരിയുന്ന തൻ്റെ വിശുദ്ധർക്ക് തന്നെ അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് രക്ഷ സമീപസ്ഥമാണ്. മഹത്വം നമ്മുടെ ദേശത്ത് കുടികൊള്ളും. കർത്താവെ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ, ഞങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യണമേ. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ, ഞങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യണമേ. കാരുണ്യവും വിശ്വസ്തതയും തമ്മിൽ ആശ്ലേഷിക്കും. നീതിയും സമാധാനം പരസ്പരം ചുംബിക്കും. ഭൂമിയിൽ വിശ്വസ്തത മുളയെടുക്കും.
പ്രദാനം ചെയ്യണമേ. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ. ഞങ്ങൾക്ക് രക്ഷപ്രദാനം ചെയ്യണമേ. കർത്താവ് നന്മ പ്രദാനം ചെയ്യും. നമ്മുടെ ദേശം സമർത്ഥമായി വിളവ് നൽകും. നീതി അവിടുത്തെ മുൻപിൽ നടന്ന് അവിടത്തേക്ക് വഴിയൊരുക്കും. കർത്താവെ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ. ഞങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യണമേ. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ. ഞങ്ങൾക്ക് രക്ഷപ്രദാനം ചെയ്യണമേ. വിശുദ്ധ പത്രോസ് എഴുതിയ 2-ാം ലേഖനത്തിൽ നിന്ന്: പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ മുമ്പിൽ ഒരു ദിവസം 1000 വർഷങ്ങൾ പോലെയും 1000 വർഷങ്ങൾ ഒരു ദിവസം പോലെയുമാണ് എന്ന കാര്യം നിങ്ങൾ വിസ്മരിക്കരുത്. കാലവിളംബത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുഭവിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേയുള്ളൂ. കർത്താവിന്റെ ദിനം കള്ളനെ പോലെ വരും. അപ്പോൾ ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാകും. മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞ് ചാമ്പലാകും. ഭൂമിയും അതിലുള്ള സമസ്തവും കത്തി നശിക്കും. ഇവയെല്ലാം നശ്വരമാകിയാൽ വിശുദ്ധിയോടും ദൈവഭക്തിയോടും കൂടി ജീവിക്കുന്നതിൽ നിങ്ങൾ എത്ര ശുഷ്കാന്തിയുള്ളവരായിരിക്കണം. ആകാശം തീയിൽ വെന്ത് നശിക്കുകയും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുകയും ചെയ്യുന്ന ദൈവത്തിന്റെ ആഗമന ദിനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്നു. നീതി നിവസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും അവിടുത്തെ വാഗ്ദാനപ്രകാരം നാം കാത്തിരിക്കുന്നു. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഇവ പ്രതീക്ഷിച്ചുകൊണ്ട് കളങ്കവും കറയുമില്ലാതെ സമാധാനത്തിൽ കഴിയുന്നവരായി നിങ്ങൾ അവൻ കാണപ്പെടാൻ വേണ്ടി ഉത്സാഹിക്കുകയും. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവിന്റെ വഴിയൊരുക്കുകയും അവന്റെ പാദമേരെയാക്കുകയും സകല മനുഷ്യരും ദൈവത്തിന്റെ രക്ഷ കാണുകയും ചെയ്യും. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടെ. മർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം. ഇതാ നിനക്ക് മുമ്പേ ഞാൻ നിന്റെ ദൂതനായിരിക്കുന്നു. അവൻ നിന്റെ വഴി ഒരുക്കും. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം, കർത്താവിന്റെ വഴി ഒരുക്കുവിൻ. അവന്റെ പാത നേരെയാക്കുവിനെന്ന് യെശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പാപമോചനത്തിനുള്ള അനുതാപത്തിന്റെ ജ്ഞാനസ്ഥാനം പ്രസംഗിച്ചുകൊണ്ട് സ്നാപയോഹന്നാൻ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. യൂദയാ മുഴുവനിലും ജെറുസലേമിലെയും ജനങ്ങൾ അവന്റെ അടുത്തെത്തി. അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യോർദാൻ നദിയിൽ സ്നാനം സ്വീകരിച്ചു. യോഹന്നാൻ ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ചിരുന്നു. അരയിൽ തോൽപ്പട്ട ചുറ്റിയിരുന്നു. വെട്ടുകിളിയും കാട്ടുതേനുമായിരുന്നു അവന്റെ ഭക്ഷണം. അവൻ ഇപ്രകാരം ഉദ്ഘോഷിച്ചു: എന്നേക്കാൾ ശക്തനായ എൻ്റെ പിന്നാലെ വരുന്നു. കുനിഞ്ഞവന്റെ ചെരുപ്പിന്റെ വള്ളി അഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ടുള്ള ജ്ഞാനസ്നാനം നൽകി. അവനോ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് സ്നാനം നൽകും. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. വചനങ്ങൾ നമ്മുടെ പാപങ്ങളെ നീക്കും ക്ഷമിക്കുവാനാകട്ടെ. യേശുവിൽ പ്രിയ ബഹുമാനപ്പെട്ട മാതാപിതാക്കന്മാരെ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, ആഗമനകാലത്തിൻ്റെ 2ാമത്തെ ഞായറാഴ്ചയിൽ നമ്മൾ ആയിരിക്കുകയാണ്. കർത്താവായ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം ക്രിസ്തുവിലൂടെ അനുഭവിക്കുവാൻ, ഏറെ പ്രത്യേകിച്ച് ഉണ്ണിയേശുവിനെ സ്വീകരിക്കുവാൻ, നമ്മുടെ ഹൃദയത്തെയും ഭവനത്തെയും ഇടവകയും ഉയർത്തുന്ന
സമയങ്ങളും ദിവസങ്ങളുമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്നത്തെ സുവിശേഷം അതുമായി നമ്മളെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ സ്നാപയോഹന്നാൻ്റെ ജീവിതത്തിൻ്റെ ശൈലി നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ സ്വായത്തമാക്കുവാൻ വേണ്ടി കൂടി നമ്മളേറെ പ്രത്യേകിച്ച് തിരുമുല്ലവാനം ഇടവ മക്കളുടെ മധ്യസ്ഥനായ സ്നാപയോഹന്നാൻ്റെ മാധ്യസ്ഥവും ജീവിത ശൈലിയും നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി കൂടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. ചരിത്രം പരിശോധിക്കുമ്പോൾ ബാബിലോൺ പ്രവാസകാലം BC 587 ആണ്ട്. ഈ നൂറ്റാണ്ടുമായി ബന്ധപ്പെട്ടിട്ടാണ് സ്നാപയോഹന്നാൻ്റെ ജീവിതത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇസ്രായേൽ ജനത ഈ പ്രവാസം അല്ലെങ്കിൽ പ്രവാസ ജീവിതകാലം അവസാനിപ്പിച്ച് ബാബിലോണിൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞ അവസരത്തിൽ പഴയ നിയമത്തിൻ്റെ അവസാനത്തെ പ്രവാചകനും പുതിയ നിയമത്തിൻ്റെ ആദ്യത്തെ പ്രവാചകനുമായ സ്നാപയോഹന്നാൻ ഒരു ദൂത് പോലെ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലേക്ക് ദൈവം ഇറക്കിവിടുന്നതായിട്ടാണ് ഇന്ന് സുവിശേഷം നമ്മളുമായി പങ്കുവയ്ക്കുക. നമുക്കറിയാം, ഒത്തിരിയേറെ പ്രവാചകന്മാരുടെ ജീവിത ശൈലി, അവരുടെ ഘോര ശബ്ദം, പ്രവാചക ദൗത്യം എന്തൊക്കെയായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇശയ്യാ പ്രവാചകൻ, ആമോസ് പ്രവാചകൻ, അങ്ങനെ നിരവധിയായ പ്രവാചകന്മാരിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഓരോ പ്രവാചകന്റെയും ദൗത്യം എന്ന് പറയുന്നത് ദൈവം അയച്ച തങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ള ആ ദൂത് ആരെയാണോ അറിയിക്കേണ്ടത് അത് അറിയിച്ച് ജനങ്ങളെ ദൈവിക സന്നിധിയിലേക്ക് അടുപ്പിക്കുവാനായിട്ടുള്ള വലിയൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത വ്യക്തികളാണ് ഈ ദൂതന്മാരെന്ന് പറയപ്പെടുന്ന പ്രവാചകന്മാരുടെ ജീവിതവും ശബ്ദവും. നമുക്കെല്ലാവർക്കും അറിയാം, വളരെ തീക്ഷ്ണമതികളായിട്ടുള്ള ഒത്തിരിയേറെ പ്രവാചകന്മാർ പഴയ നിയമത്തിലുണ്ടായിരുന്നു. അങ്ങനെ പഴയ നിയമത്തിൻ്റെ അവസാനത്തെ പ്രവാചകനും പുതിയ നിയമത്തിൻ്റെ ആദ്യത്തെ പ്രവാചകനുമായ സ്നാപയോഹന്നാൻ്റെ പ്രവാചക ദൗത്യം എപ്രകാരമായിരുന്നുവെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സുവിശേഷം പരിശോധിക്കുമ്പോൾ പ്രവാചക ദൗത്യത്തിലേക്ക് വളരെ ഘോര തങ്ങളുടെ ജീവിതം എന്താണെന്ന് തെളിയിച്ച ഏറ്റവും വലിയൊരു പ്രവാചക ദൗത്യത്തിൽ പങ്കുചേർന്ന വ്യക്തി കൂടിയാണ് വിശുദ്ധ സ്നാപക യോഹന്നാൻ. ഇന്ന് സുവിശേഷം നമ്മളുമായി പങ്കുവെക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഈ ചരിത്രം BC 587 ബാബിലോൺ പ്രവാസ ജീവിതകാലത്ത് അവരുടെ പ്രവാസം എല്ലാം കഴിഞ്ഞതിന് ശേഷം തിരികെ ഇസ്രായേലിൻ്റെ ജീവിതത്തിലേക്ക് തിരികെ മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്ന ജനതയുടെ മധ്യത്തിലാണ് ഈ പ്രവാചകൻ നിലനിൽക്കുന്നത്. അവരിലേക്കാണ് കർത്താവായ ദൈവത്തിൻ്റെ ദൂത് ഈ സ്നാപയോഹന്നാൻ അറിയിക്കുന്നത്. അവരോടാണ് പറയുന്നത്, നിങ്ങളുടെ പാതകൾ നേരെയാക്കുവിൻ, നിങ്ങളുടെ കുന്നുകൾ നിരത്തുവിൻ എന്നൊക്കെ കർത്താവായ യേശുനാഥൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവാചക ശബ്ദമായി നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ഈ കൊറോണ കാലവുമായി ബന്ധപ്പെട്ട ഈ ചിന്ത അനുചിതമാണെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഒരുപക്ഷെ ഒരു പ്രവാസ ജീവിത കാലമായി ഈ കൊറോണയുടെ കാലം നമ്മൾ ഓർക്കണം. ഒരുപക്ഷെ നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും ഒക്കെ വല്ലാതെ വഴിവിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവയിൽ നിന്നൊക്കെ വേർവിട്ട് ദൈവിക സന്നിധിയിലേക്ക് തിരികെ വരുവാനായി നമുക്കൊരു പ്രവാചക ദൗത്യമായി സ്നാപയോഹന്നാൻ കടന്നു വരികയാണ്. ഒരു പുതിയ പ്രഭാതവും ഒരു പുതിയ പ്രതീക്ഷയും ഒരു പുത്തൻ ജീവിത ശൈലിയും നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കുവാൻ സ്നാപയോഹന്നാനിലൂടെ വലിയൊരു ഉത്തരവാദിത്വം നമുക്ക് നൽകുന്നുണ്ട്. നിന്റെ ജീവിതത്തിൻ്റെ പഴയ രീതികളെല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് പുതിയൊരു ജീവിത രീതി അവലംബിക്കുവാൻ ഈ കൊറോണ കാലം, ഒരു പ്രവാസകാലം നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ പ്രവാസകാലത്ത് കർത്താവായ ദൈവത്തെ ധ്യാനിക്കുവാൻ, കർത്താവായ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തെ ധ്യാനിക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള പാപകരമായിട്ടുള്ള അവസ്ഥകൾ ദൂരെ അറിയുവാൻ ഇന്ന് സ്നാപയോഹന്നാൻ നമ്മളെ ഓർമ്മിപ്പിക്കുക. അങ്ങനെ ഒരു പുതിയ പ്രഭാതവും പുതിയ ജീവിതശൈലി രൂപപ്പെടുത്തുവാനായിട്ടാണ് പ്രിയമുള്ളവരെ ഇന്ന് വിശുദ്ധ സ്നാപയോഹന്നാൻ ഏറെ പ്രത്യേകിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. വഴിയൊരുക്കി കർത്താവായ ദൈവത്തിന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി സ്വന്തം ജീവിതത്തെ സമർപ്പിച്ച് വിശുദ്ധ സ്നാപയോഹന്നാൻ്റെ ജീവിതശൈലിയും നൈർമല്യവും നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരു പ്രവാസകാലം നമുക്കുമുണ്ട്. ആ പ്രവാസകാലത്തിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം എന്താണെന്ന് തിരിച്ചറിയുവാൻ സ്നാപയോഹന്നാനെ പോലെയുള്ള ജീവിതത്തിൻ്റെ പ്രവാചകന്മാരുടെ ശബ്ദം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് പുതിയൊരു ജീവിത രീതി നമ്മുടെയും ജീവിതത്തിൽ അവലംബിക്കുവാൻ വിശുദ്ധ സ്നാപയോഹന്നാന്റെ ജീവിതത്തിൻ്റെ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുവാനായിട്ട് പ്രവൃത്തി വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വലിയ നമ്മൾ ചെയ്യാം. നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ വിശ്വാസം നമുക്ക് പ്രവേശിക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗ്ഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിനും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവ്
പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർത്തുകയും സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധ
കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ഒന്നും അവകാശപ്പെടാനില്ലാത്ത ഞങ്ങൾക്ക് അങ്ങേ കരുണയുടെ സംരക്ഷണവും സഹായകമായി നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ
പ്രത്യക്ഷത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. ആകയാൽ ദൂതന്മാർ, മുഖ്യദൂതന്മാർ, ഭദ്രാസനന്മാർ, അധീശന്മാർ തുടങ്ങിയ എല്ലാ സ്വർഗീയ വൃന്ദങ്ങളോടും ചേർന്ന് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിന്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. സർവവിശുദ്ധിയുടെയും ഉറവിടമായ സത്യമായ പരിശുദ്ധനാഥനും ആകയാൽ ആത്മാവാലും അങ്ങനെ ഞങ്ങൾക്കായി വിലമുള്ള കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാനമാണ്. അവിടുന്ന് ഒറ്റുകൊടുക്കപ്പെട്ട സ്വർണ്ണസാധനയെ വിശ്വസിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അനുഭവിച്ചു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷണം എന്നതാണിത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരം. പ്രകാരമത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അംഗീകരിക്കുന്നത് പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് ആരംഭിച്ചു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് എന്തെന്നാൽ നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായും ചിന്തപ്പെടാതിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാണ്. ഇത് നിങ്ങൾ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവ് വാഞ്ചിക്കുന്ന താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു.
കർത്താവിന്റെ ലോകവും വ്യാപിച്ചു കിടക്കുന്ന സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായോട് ഞങ്ങളുടെ വൈദികരുടെ സഭയെ ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിലകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും മാതാപിതാക്കന്മാരെയും അങ്ങേ കാരണത്തിൽ മരണമടഞ്ഞ സ്വന്തതയും അമ്മപ്പെടുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരും കനിയണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയോടും ആ കനികളുടെ കർത്താവായ ഭക്തരുടെ വിശുദ്ധനോടും അനുഗ്രഹീതരായ പുരുഷന്മാരോടും ഞങ്ങളുടെ ശുദ്ധ മധ്യസ്ഥാപിതനാണോടും കാലാകാലങ്ങളിൽ ഞങ്ങൾ സാമൂഹിക സകല വിശുദ്ധരോടുകൊണ്ട് നിത്യജീവനിൽ പങ്കുചേരുവാൻ എന്നെ ആഗ്രഹിക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ദൈവത്തെ പിതാവെ വെച്ച് പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിച്ചു. പരിശ്രമങ്ങളായ നമ്മളെല്ലാം ദൈവിക സംബന്ധിച്ച് പ്രാർത്ഥിക്കാം.
പെരുന്നാളാണ്. ഇന്ന് ചൊവ്വാഴ്ച തന്നെയാണ്. നമുക്ക് സാധാരണ രീതിയിൽ അന്തോഷമാണ് വേറെയും ഇതൊക്കെ ഉണ്ടായിരുന്നത്. എല്ലാ ചൊവ്വാഴ്ച നമുക്ക് ഈ ദക്ഷിണ കൂടിയായ പഞ്ചായത്ത് ദക്ഷിണ കൂടിയായതുകൊണ്ട് അന്നേ ദിവസം രാവിലെ ആയിരിക്കും ദിവ്യബലി എന്ന് അദ്ദേഹം ഓർമ്മിക്കുകയും അറിയിക്കുകയും ചെയ്യുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ആത്മീയഭൂഷണമാകുന്ന ഭോജനത്താൽ തന്നെ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ രഹസ്യത്തിലെ പങ്കാളിത്തങ്ങളിൽ ലൗകികമായ ശരിയായി വിലയിരുത്തുവാനും സ്വർഗീയമായ മുന്നോട്ട് പിടിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളുടെ കൂടെ. ശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അങ്ങേയും സമൃദ്ധമായ നയിക്കുമാറാകട്ടെ. പോകുവാൻ ദിവ്യബലി സമാപിച്ചു. പരിശുദ്ധ പരമാധികാരിത്തിന്